ഭരണകാലത്ത് ബജറ്റിന്റെ 15% മുസ്ലിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുവെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തെ തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് പി ചിദംബരം. ന്യൂനപക്ഷങ്ങളുടെ വികസന പദ്ധതികൾക്കായി 15% വിഹിതം വിനിയോഗിക്കുമെന്നായിരുന്നു ബജറ്റ് പ്രസംഗമെന്നും ഒരിടത്തു പോലും മുസ്ലിം എന്നത് മാത്രമായി ഉപയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മോദിയുടെ ആരോപണത്തിലെ സത്യാവസ്ഥ പുറത്തു വന്നതോടെ ഇപ്പോൾ ഈ വിഷയത്തിലും ബിജെപിയും മോദിയും മൗനം പുലർത്തുകയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ബജറ്റിന്റെ 15% മുസ്ലിങ്ങൾക്കായി നീക്കിവെക്കാൻ കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചത്. എന്നാൽ ഈ പ്രസ്താവനയിലെ യാഥാർത്ഥ്യം രാജ്ദീപ് സർദേശായി പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ബിജെപിയും മോദിയും നിശബ്ദരായിരിക്കുകയാണ്. 2013-14 വർഷത്തെ UPA സർക്കാരിന്റെ കാലത്തെ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ ബജറ്റിൽ സാധ്യമാകുന്നിടത്തെല്ലാം ബജറ്റ് വിഹിതത്തിന്റെ 15% ന്യൂനപക്ഷങ്ങൾക്കുള്ള വികസന പദ്ധതികൾക്കായി വിനിയോഗിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്താവനയിൽ എവിടെയും മുസ്ലിം എന്ന വാക്ക് ഉണ്ടായിരുന്നില്ല. 2016-17 ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ ബജറ്റിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ ബജറ്റിലെ തികച്ചും സാധാരണമായ ഈ പ്രസ്താവന എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കുള്ള ബജറ്റായി മാറിയത്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു സാധാരണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാധാരണ പ്രസ്താവന എടുത്ത് അതിനെ വളച്ചൊടിച്ച് UPAയുടെ കീഴിൽ മുസ്ലിങ്ങൾക്കുള്ള ബജറ്റ് എന്നാക്കി മാറ്റി. NDAയുടെ കീഴിലുള്ള ബജറ്റിലും ഇതേ പ്രസ്താവനയുണ്ടെന്ന കാര്യം അദ്ദേഹത്തോട് ആരും പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു. രാജ്ദീപ് സർദേശായി അസത്യം തുറന്നുകാട്ടിയതോടെ പ്രസ്ഥാനം മുഴുവൻ ഇപ്പോൾ നിശബ്ദരായിരിക്കുകയാണെന്നാണ് ചിദംബരം എക്സിൽ കുറിച്ചത്. അതേസമയം മോദി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: അധികാരത്തിലേറിയാൽ ബജറ്റിന്റെ 15% മുസ്ലിങ്ങൾക്കായി നീക്കിവെക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. മുംബൈയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയായിരുന്നു മോദിയുടെ ഈ വിവാദ പരാമർശം. രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളായിരുന്നെന്നാണ് UPA സർക്കാരിന്റെ നിലപാട്. കോൺഗ്രസ് ഭരണത്തിലേറിയാൽ കർണാടകയിൽ നടപ്പാക്കിയതുപോലെ OBC സംവരണം കവർന്ന് അത് മുസ്ലിങ്ങൾക്ക് നൽകും. കോൺഗ്രസിന് ഒറ്റ ന്യൂനപക്ഷമേയുള്ളൂ, അത് അവരുടെ പ്രിയപ്പെട്ട വോട്ട് ബാങ്ക് ആണ് എന്നായിരുന്നു മോദി പറഞ്ഞത്. തീർന്നില്ല. കോൺഗ്രസും ഇന്ത്യ ഗ്രൂപ്പും അധികാരത്തിൽ വന്നാൽ അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. രാഹുലും ഇന്ത്യൻ സഖ്യവും പ്രീണനത്തിന്റെ പഴയ കളിയാണ് കളിക്കുന്നത്. അവർ സംവരണത്തിനായി നോക്കുകയാണെന്നും മോദി പറഞ്ഞിരുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ പദ്ധതികൾ താൻ തുറന്നുകാട്ടുകയാണെന്നും തനിക്ക് സ്വന്തം പ്രതിച്ഛായയേക്കാൾ രാജ്യത്തിന്റെ ഐക്യമാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യൻ സഖ്യവും കോൺഗ്രസിന്റെ രാജകുമാരനും മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മോദി കോൺഗ്രസിനെ ചൂണ്ടി തുറന്നടിച്ചിരുന്നു. ഇത് കേട്ട് കലി തുള്ളിയ ചിദംബരം മോദിക്ക് കിടിലൻ മറുപടി തന്നെ നൽകിയിരിക്കുകയാണിപ്പോൾ.